السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ 108-ാം അധ്യായം സൂറത്തുൽ കൗസറാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ ഒരു അധ്യായമാണ് സൂറത്തുൽ കൗസർ. എന്നാൽ വലിയ അർത്ഥതലങ്ങളുള്ള സമ്പുഷ്ടമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിം സമൂഹത്തിനും വളരെയധികം സന്തോഷം നിറയുന്ന അഭിമാനകരമായ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രസക്തിയുള്ള ഒരു അധ്യായമാണിത്. ഈ സൂറത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇപ്രകാരം വിവരിക്കുന്നു. ഹാദിഹി സൂറത്തു ഹിയ അക്സറു സൂറത്തിൻ ഫിൽ ഖുർആനിൽ കരീം വലാകിന്നഹാ തളമ്മനത് ബയാന നിഅമില്ലാഹിൽ അളീമ അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറഹു ബിഇഖ്ലാസിൽ ഇബാദത്തി ലഹു. ഈ സൂറത്ത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ റസൂലിന് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിവരണവും അവന് മാത്രം അഥവാ അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടി നിർവഹിക്കുവാനുള്ള കൽപ്പനയുമാണ് ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് മക്കയിൽ അവതരിച്ചതാണോ അതല്ല മദീനയിലാണോ അവതരിച്ചത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും ഇതിന്റെ ഉള്ളടക്കം മക്കയിലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ മരണപ്പെട്ടപ്പോൾ ശത്രുക്കൾ നടത്തിയ ചില ക്രൂരമായ പരിഹാസത്തിനുള്ള മറുപടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായം അവതരിപ്പിക്കുന്നത്. മരണം, അപകടം തുടങ്ങിയ കാര്യങ്ങൾ വിശ്വാസിയെന്ന് മാത്രമല്ല ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലുണ്ടാകുന്ന വലിയ ആഘാതങ്ങളാണ്, നഷ്ടങ്ങളാണ്, ഏറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് ഏതൊരു മനുഷ്യനുണ്ടായിരുന്നാലും അതുമായി ആ വേദനയിൽ പങ്കുചേരുക എന്നുള്ളതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. എന്നാൽ മുശ്രിക്കുകളായ, നിഷേധികളായ, മുനാഫിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ, ഈ ആൺമക്കൾ ഈ രൂപത്തിൽ മരണപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അതിനൊരു ആഘോഷമാക്കുകയാണ് ചെയ്തത്. പ്രവാചകനെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലം ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ ഇപ്രകാരം വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. സബബു നുസൂലിഹ അന്ന ഖുറൈശൻ ഖാനൂ യഖൂലൂന ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു അബ്തർ ഐ ലൈസ ലഹു ഔലാദുൻ ദുകൂർ ഫഇദാ മാത ഖതഅ ദിക്റു ഫഅൻസലല്ലാഹു ആദിഹി സൂറ. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം പറഞ്ഞു, ഇവൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്തർ, അറ്റുപോയവനാകുന്നു, വാലറ്റുപോയവനാകുന്നു. ഈ സന്ദർഭത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത്. അതായത് അദ്ദേഹത്തിന് ആൺമക്കളില്ല, അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിന്റെ സ്മരണ അറ്റുപോകും, മുറിഞ്ഞുപോകും എന്നാണ് അവർ മനസ്സിലാക്കിയത്. മുശ്രിക്കുകളായ ആളുകളുടെ ധാരണ അങ്ങനെയായിരുന്നു. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള മറുപടിയായും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ടും അവതരിപ്പിക്കുന്ന ഒരു അധ്യായമാണിത്. കൗസർ എന്നാൽ ധാരാളം എന്നാണ് അർത്ഥം. കസറത്ത് എന്ന പദത്തിൽ നിന്നാണ് കൗസർ എന്ന് വന്നിട്ടുള്ളത്. സ്വർഗത്തിലെ ഒരു നദിക്ക് ഉള്ള പേര് കൂടിയാണിത്. കേവലം ഒരു നദി മാത്രമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയിരിക്കുന്ന അളവറ്റ നന്മ, അനുഗ്രഹം, ഇതൊക്കെയാണ് ഈ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് അൽ കൗസറു ലഫ്ദുൻ മുസ്തഖും മിനൽ കസ്റ വഹുവൽ ഖൈറുൽ കസീറുൽ ലദീ അഅതാഹു അല്ലാഹു ലിനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമിൻ ദാലിക അൻ-നഹ്റു ലദീ ഫിൽ ജന്ന. കൗസർ എന്നത് കസറത്ത്, ധാരാളം, അമിതം എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു തന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അളവറ്റ നന്മയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിലെ നദി ആ അനുഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഈ നദിയെ സംബന്ധിച്ച് ഹദീസിൽ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു ഖാല ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذات يوم بين أظهرنا إذا رفعت ثم رفع رأسه متبسما فقال أتدرون ما الكوثر؟ قلنا الله ورسوله أعلم. قال فإنه نهر فأدنيه ربي عز وجل عليه خير كثير هو حوض ترد عليه أمتي يوم القيامة آنيته عدد النجوم. റവാഹു മുസ്ലിം.
അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ചെറിയൊരു മയക്കത്തിന് ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് തല ഉയർത്തി അവിടുന്ന് ചോദിച്ചു, എന്താണ് കൗസർ എന്നാൽ നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് കൂടുതൽ അറിയാവുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അത് കൗസർ എന്ന് പറയുന്നത് എന്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്ത ഒരു നദിയാണ്. അതിൽ അളവറ്റ നന്മകളുണ്ട്. എന്റെ ഉമ്മത്ത് പരലോകത്ത് അതിന്റെ അരികിൽ വരും. അതിലെ പാത്രങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണത്തോളമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു. ഈ ആയത്ത് തുടങ്ങുന്നത് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഇന്ന തീർച്ചയായും നാം, അഅ്തൈനാക താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. അഅ്ത യുഅ്തി എന്ന് പറഞ്ഞാൽ നൽകി. അഅ്തൈനാക നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു അൽ കൗസർ ധാരാളം നന്മകൾ. ഇവിടെ നാം എന്ന് അള്ളാഹു ബഹുവചന രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നാ തീർച്ചയായും നാം. അള്ളാഹു ഏകനാണ്. ഏകനായ അള്ളാഹു തന്നെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഞാൻ അഥവാ അന എന്നതിന് പകരം നഹ്നു ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന അർത്ഥത്തിൽ ബഹുവചന രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നാ അഅ്തൈനാക തീർച്ചയായും നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നാം എന്ന് പറഞ്ഞത്? ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതിനെ ഇപ്രകാരം വിശദീകരിക്കുന്നു. ഖൗലുഹു ഇന്നാ ഹാദാ ലിത്തഅളീം ലിഅന്ന അല്ലാഹ സുബ്ഹാനഹു വതആല വാഹിദ് ലാകിൻ യുഅബ്ബറു അൻ നഫ്സിഹി ബിസിഅത്തിൽ ജമീഇ ലിത്തഅളീം വബയാനി സുൽത്താനി അസ്സ വജൽ. ഇന്ന എന്ന പ്രയോഗം അഥവാ മഹത്വപ്പെടുത്തലിന് തഅളീമിന് വേണ്ടിയുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനാണ്. എങ്കിലും തന്റെ മഹത്വത്തെയും ആധിപത്യത്തെയും അഥവാ അള്ളാഹുവിന്റെ സുൽത്താനിയത്ത് ഇത് പ്രകടിപ്പിക്കാൻ ബഹുവചന രൂപമാണ് ഉപയോഗിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന പ്രവാചകന് നൽകുന്ന വലിയൊരു സമ്മാനമാണ് അൽ കൗസർ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചതായി കാണുവാൻ സാധിക്കും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, നാം അതിനെ ലൈലത്തുൽ ഖദ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞതാണ്. അതുപോലെ വേറെയും പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ബഹുവചന രൂപത്തിൽ പരിചയപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ഈ പദപ്രയോഗം നടത്തിയത് കാണാൻ സാധിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന് നൽകുന്ന ഒരു സമ്മാനം, ഒരു അനുഗ്രഹം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഉന്നതനാണ്. അള്ളാഹുവിന്റെ ആ ഉന്നതിയെ കൂടി ഈ പദപ്രയോഗത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾക്കൊള്ളിക്കുന്നു. പ്രവാചകനെ പരിഹസിച്ച ശത്രുക്കൾ വളരെ നിസ്സാരന്മാരാണ്. അവർക്ക് യാതൊരു മഹത്വവുമില്ല. എന്നാൽ പ്രവാചകന് അനുഗ്രഹം നൽകുന്നത് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ, സകല ചരാചരങ്ങളുടെയും സ്രഷ്ടാവായ, അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, സർവ സൃഷ്ടികളും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവനായ, ഏകനായ, സർവാധിപതിയായ അള്ളാഹുവാണ് എന്ന് ഉറപ്പിക്കാനാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന എന്ന് ഉപയോഗിച്ചത് എന്ന് ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഹൗലുൽ കൗസർ ആകട്ടെ, പരലോകത്ത് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാവട്ടെ, അത് വരാനിരിക്കുന്ന സംഭവങ്ങളാണ്, ഭാവി കാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സംഭവിച്ചു കഴിഞ്ഞതായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. ഭൂതകാല ക്രിയയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നൽകും എന്നതിന് പകരം നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതും ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നുള്ളത് ബിസിഅത്തിൽ മാളി ലിത്തഹ്ഖീഖ് ഐ അന്ന ഹാദൽ അതാഅ ഖദ് ഹഖ്ക വസബത വലാ മഹാലത അന്നഹു സയഖൂൻ. എന്ന് ഭൂതകാല ക്രിയയിൽ പറഞ്ഞത് ആ കാര്യം ഉറപ്പിച്ചു പറയാനാണ്, അഥവാ തഹ്ഖീഖിന് വേണ്ടിയാണ്. അതായത് ഈ നൽകൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന് ഈ അനുഗ്രഹം നൽകുക എന്ന കാര്യം അത് സത്യമായി കഴിഞ്ഞിരിക്കുന്നു. വെറും ഒരു വാഗ്ദാനം മാത്രമല്ല. പലതും സൃഷ്ടികൾ നൽകാറുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യും, അത് നൽകും, ഇത് നൽകും എന്നൊക്കെ പറയുമ്പോൾ പലതും സംഭവിക്കാറില്ല, നൽകാറില്ല, മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ ദാസന്, തന്റെ അടിമക്ക്, അല്ലാഹുവിന്റെ പ്രവാചകന് ഏറ്റവും ഉന്നതമായ, മഹത്തരമായ ഒരു സമ്മാനം, ഒരു അനുഗ്രഹം നൽകാൻ ഉദ്ദേശിച്ചു. അത് നൽകി കഴിഞ്ഞു എന്ന അർത്ഥത്തിലാണ് സൂചിപ്പിച്ചത്. അത് നൽകി കഴിഞ്ഞിരിക്കുന്നു.
അത് സത്യമായിരിക്കുന്നു, അത് സുസ്ഥിരമാണ്, അതിൽ യാതൊരു മാറ്റവുമില്ലെന്ന് ബോധ്യപ്പെടുത്താനാണ്. അഥവാ ഭാവിയിൽ ലഭിക്കാനുള്ളതാണെങ്കിലും ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ പ്രയോഗം. അള്ളാഹുവിന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കപ്പെടാത്തതുകൊണ്ട് അത് ലഭിച്ചു കഴിഞ്ഞതിന് തുല്യമാണ് എന്നർത്ഥം എന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന തത്വം. ഈ വചനത്തെക്കുറിച്ച് ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുല്ല നൽകുന്ന മറ്റൊരു വിശദീകരണം, ഇന്ന കൗസർ എന്നതിന് ശേഷം രണ്ടാമത് പറയുന്ന ആയത്ത് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ആകയാൽ താങ്കൾ എന്ത് ചെയ്യണം? ഫസ്വല്ലി, താങ്കൾ നമസ്കരിക്കുക, ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി. ഫസ്വല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കാരം നിർവഹിക്കണം. വൻഹർ, നീ ബലി നൽകുകയും ചെയ്യണം. ഈ വചനത്തെ സംബന്ധിച്ചും ഈ ആയത്തിനെ സംബന്ധിച്ചും ഷെയ്ഖ് ഹുസൈമീൻ നൽകുന്ന വിശദീകരണം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമസ്കാരവും ബലിയും ഇവിടെ രണ്ടും ഒന്നിച്ച് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കരിക്കുക, ഫസ്വല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക, അതോടൊപ്പം തന്നെ വൻഹർ, നീ ബലി അറുക്കുകയും ചെയ്യുക. ഇതെ സംബന്ധിച്ച് ഷെയ്ഖ് വിശദീകരിക്കുന്നത്, ജമഅല്ലാഹു ബൈന സ്വലാത്തി വന്നഹർ ലിഅന്ന സ്വലാത്ത അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ വന്നഹറു അഫ്ളലുൽ ഇബാദത്തിൽ മാലിയ. അള്ളാഹു നമസ്കാരത്തെയും ബലിയെയും ഒന്നിച്ചു ചേർത്ത് പറഞ്ഞു. അതിന്റെ കാരണം ശാരീരികമായ ആരാധനകളിൽ മനുഷ്യൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ ശാരീരികമായ ആരാധനകളിൽ ഏറ്റവും മഹത്തായത്, ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ്. ഒരുപാട് ഇബാദത്തുകളുണ്ട്. നമസ്കാരം പോലെ തന്നെ നോമ്പ്, സക്കാത്ത്, അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകളിൽ നിന്നെല്ലാം മനുഷ്യൻ ചെയ്യുന്ന ശാരീരികമായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അസ്വലാ, അത് നമസ്കാരമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബലികർമ്മവുമാണ്. നമസ്കരിക്കുവാൻ പണച്ചിലവില്ല, അവന്റെ ആരോഗ്യം മാത്രം മതി. മനുഷ്യന് ആരോഗ്യമുണ്ടാവുക, സ്വബോധമുണ്ടാവുക എന്നുള്ളത് മാത്രമേ നമസ്കരിക്കാൻ ആവശ്യമുള്ളൂ. എന്നാൽ ബലികർമ്മം നിർവഹിക്കണമെങ്കിൽ അതിന് പണം ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് ശാരീരികമായ ഇബാദത്താണ്, മറ്റൊന്ന് സാമ്പത്തികമായ ഇബാദത്താണ്. ഒരു വിശ്വാസി തന്റെ ശരീരവും സമ്പത്തും അള്ളാഹുവിനായി സമർപ്പിക്കേണ്ടതുണ്ട് എന്ന വലിയ ഒരു സന്ദേശമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അള്ളാഹുവിന്റെ അളവറ്റ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഏതൊരു അനുഗ്രഹം ലഭിക്കുമ്പോഴും ആ അനുഗ്രഹം നൽകിയ അനുഗ്രഹദാതാവിനോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ആ നന്ദി പ്രകടനത്തിന്റെ രൂപമാണ് അത് പ്രകടിപ്പിക്കേണ്ട ഏറ്റവും പ്രസക്തമായ, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു. അത് ഒന്ന് നമസ്കാരം, മറ്റൊന്ന് ബലി നൽകുക. അത് ആർക്കു വേണ്ടിയായിരിക്കണം? ഇബാദത്തുകൾ മുഴുവനും സ്രഷ്ടാവായ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി. നമ്മുടെ നാടുകളിൽ പലർക്കും ആരാധനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. നമസ്കാരവും സുജൂദും റുകൂഉം അതുപോലെ തന്നെ തവാഫുമൊക്കെ സൃഷ്ടികളിലേക്ക് വഴിതിരിച്ചുവിട്ട ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിന് മാത്രം നൽകേണ്ടുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക്, അവർ ജീവിച്ചിരിക്കുന്നവരാവട്ടെ, മരണപ്പെട്ടവരാവട്ടെ, മഹത്തുക്കളാവട്ടെ, അതുപോലെ തന്നെ മനുഷ്യരാവട്ടെ, മറ്റു വസ്തുക്കളാവട്ടെ, ഇങ്ങനെ പലതിലേക്കും മനുഷ്യന്റെ മുമ്പിൽ കാണുന്ന സകല വസ്തുക്കളിലേക്കും മനുഷ്യരുടെ വിധേയത്വം, വിനയം, താഴ്മ ഇതെല്ലാം സമർപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അത് നമസ്കാര രൂപത്തിലുണ്ട്, സുജൂദിന്റെ രൂപത്തിലുണ്ട്, തവാഫിന്റെ രൂപത്തിലുണ്ട്, അതുപോലെ മറ്റ് ആരാധനകളുടെ രൂപത്തിലുണ്ട്. എന്നാൽ ആർക്കു വേണ്ടിയാണ് ഇത് സമർപ്പിക്കേണ്ടത്? ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി. നമസ്കാരം മാത്രമല്ല, ബലികർമ്മവും ഇതുപോലെ തന്നെ സൃഷ്ടികൾക്ക് ബലി നൽകുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. മരണപ്പെട്ട പോയ ആളുകളിൽ നിന്ന് പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ബലികർമ്മങ്ങൾ നിർവഹിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ നാടുകളിലൊക്കെ മൃഗങ്ങളെ, അതുപോലെ തന്നെ കോഴികളെ അള്ളാഹു അല്ലാത്ത ഇതരിലേക്ക് അവ നേർച്ചയായി വഴിപാടായി നൽകുകയും അവയെ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്കു വേണ്ടി അറുക്കുകയും ചെയ്യുന്നതും നാം കാണാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നീ നമസ്കരിക്കണം, അതുപോലെ തന്നെ ബലി നൽകണം. ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി. നിന്റെ റബ്ബിന്റെ തൃപ്തി മാത്രമാണ് നീ ആഗ്രഹിക്കേണ്ടത്, നിന്റെ റബ്ബിന്റെ പ്രീതിയാണ് നീ ആഗ്രഹിക്കേണ്ടത്, അവനെയാണ് നീ ഭയപ്പെടേണ്ടത്, അതിനുവേണ്ടി അത് നൽകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത് നമ്മുടെ ഇഖ്ലാസിന്റെ ഒരു ഭാഗമാണ്. എന്തിനാണ് അള്ളാഹുവിന് വേണ്ടി മാത്രം നമസ്കരിക്കാനും ബലിയെടുക്കാനും പറഞ്ഞത്? അതും നാം ചിന്തിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുല്ല ഇതിനെ വിശദീകരിച്ചു. ഖൗലുഹു ലിറബ്ബിക ഐ
ഖാലിസൻ ലഹു ഖിലാഫൻ ലിമാ യഫ്അലുൽ മുശ്രികൂന അല്ലദീന യസ്ജുദൂന ലിഗൈരില്ലാഹ് വയദ്ബഹൂന ലിഗൈരില്ലാഹ് ലിറബ്ബിക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രം നിഷ്കളങ്കമായി ഇബാദത്ത് നിർവഹിക്കുക, ഇഖ്ലാസോടുകൂടി ഇബാദത്ത് നിർവഹിക്കുക എന്നാണ്. അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുകയും അല്ലാഹു അല്ലാത്തവർക്ക് ബലിയർക്കുകയും ചെയ്യുന്ന മുശ്രിക്കുകളുടെ അഥവാ ബഹുദൈവ വിശ്വാസികളുടെ നടപടിക്ക് ഖിലാഫ്, അതിന് എതിരായി വിരുദ്ധമാണിത്. അവർ അങ്ങനെയൊക്കെ ചെയ്യാറ്. മക്കയിലെ മുശ്രിക്കുകൾ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു വസ്തുക്കൾക്ക് ബലികർമ്മങ്ങൾ നിർവഹിക്കാറുണ്ട്. അവരുടെ പ്രീതിക്ക് വേണ്ടി അവർ സുജൂദുകൾ ചെയ്യാറുണ്ട്. അതിന് വിരുദ്ധമായി നിന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, നിന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി നീ നമസ്കരിക്കണം, അതുപോലെ തന്നെ ബലികർമ്മം നിർവഹിക്കണം. നമസ്കാരവും ബലിയും നിർവഹിക്കുന്നവർക്കുള്ള സ്ഥാനം, ഈ രണ്ട് കർമ്മങ്ങളും കൃത്യമായി നിർവഹിക്കുന്നവർക്ക് ലഭിക്കുന്ന ഉന്നത സ്ഥാനത്തെക്കുറിച്ച് ഷേഖ് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. അള്ളാഹുവിനോടുള്ള സാമീപ്യം സിദ്ധിക്കുന്നതാണ്. അത് ഒരു വിശ്വാസിയെ അശ്ലീലതകളിൽ നിന്നും തിന്മകളിൽ നിന്നും തടയുന്നതാണ്. നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അള്ളാഹുവിന്റെ അടിമ എന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ തന്റെ റബ്ബിന് കീഴ്പ്പെടേണ്ടവരാണ്, അവനോട് വിധേയത്വം കാണിക്കേണ്ടവരാണ്, അവന്റെ കൽപ്പനകൾ ശിരസാവഹിക്കേണ്ടവരാണ്, അവൻ ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്തുകൂടാത്തവരാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവന്റെ ജീവിതത്തിലുടനീളം ഓരോ നിമിഷത്തിലും ഓരോ പ്രവർത്തനത്തിലും ഉണ്ടായിരിക്കണം. അത് നിലനിർത്തുവാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു ഇബാദത്താണ്, ആരാധനയാണ് നമസ്കാരം. അതുകൊണ്ട് അത് നിർവഹിക്കുക. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായിട്ടും നമസ്കാരം മനുഷ്യനെ ചീത്തയായ, നികൃഷ്ടമായ, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നൊക്കെ തടയുന്നു, മനുഷ്യനെ തടയുന്നു എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ ബലികർമ്മം, തന്റെ സമ്പത്ത് അള്ളാഹുവിനായി ചെലവഴിക്കുന്നതിലൂടെ മനുഷ്യന് ഹൃദയവിശുദ്ധി ലഭിക്കുന്നു. ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, അവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അറിയുവാനും അതറിഞ്ഞ് അവരെ സഹായിക്കുവാനും സാധിക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ്. അത് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്ന ഒരു കാര്യമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തിലൂടെ, ഈ ആയത്തിലൂടെ അള്ളാഹു പ്രവാചകനെ പ്രത്യേകം ഉണർത്തുകയാണ്. ഇത് എല്ലാ കാലത്തുമുള്ള ഓരോ വിശ്വാസിക്കും ബാധകമായ കാര്യമാണ്. ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നവരാവണം, നന്ദി കാണിക്കുന്നവരാവണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ചാണ്, അനുഗ്രഹമായിട്ടാണ് എടുത്തു പറയുന്നത്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറുഹു കുല്ലുഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്യത്ഭുതകരമാണ്, വളരെ അത്ഭുതകരമാണ്. കാരണം ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും ഗുണകരമാണ്. അത് വിശ്വാസിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവന് ഒരു പ്രയാസമുണ്ടായാൽ, ജീവിതത്തിൽ മനുഷ്യന് വല്ല പ്രയാസങ്ങൾ ഉണ്ടാവാം, ദുരിതങ്ങൾ ഉണ്ടാകാം, അപകടങ്ങൾ ഉണ്ടാവാം, നഷ്ടങ്ങൾ ഉണ്ടാവാം, ഒക്കെ സ്വാഭാവികമാണ്. എന്ത് തന്നെയാവട്ടെ വിശ്വാസം സംബന്ധിച്ചിടത്തോളം അത് അവന് ഗുണകരമാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വബറ, ഒരു പ്രയാസം ഉണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ, നഷ്ടമുണ്ടായാൽ, മരണമുണ്ടായാൽ അതിൽ ക്ഷമ കൈക്കൊള്ളും വിശ്വാസം. ഫകാന ഖൈറൻ ലഹു, അങ്ങനെ അത് അവന് ഉപകാരമായി തീർന്നു, ഗുണകരമായി തീരുന്നു, ഖൈറായി തീരുന്നു. ഇനി തിരിച്ച് സന്തോഷകരമായ കാര്യങ്ങൾ, നേട്ടം, ലാഭം, അനുഗ്രഹങ്ങളിലെ ആരോഗ്യം, സമ്പത്ത്, ഇതിന്റെയൊക്കെ ആധിക്യം, വർധനവ്, നിയമത്തുകൾ ലഭിക്കുക, ഇതും അവന് ഗുണകരമാണ്. കാരണം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അഹങ്കരിക്കുകയല്ല, ധിക്കാരിയായി തീരുകയല്ല. അവൻ ചെയ്യുന്നത് ഇത് തന്റെ റബ്ബ് തന്നോട് കാണിച്ചിരിക്കുന്ന ഔദാര്യമാകുന്നു, തന്നെ പരീക്ഷിക്കുകയാകുന്നു എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ശക്കറ, അവനതിനെ നന്ദി പ്രകടിപ്പിക്കും. ഫകാന ഖൈറൻ ലഹു, അങ്ങനെ അതും അവന് ഗുണകരമായി തീരും. ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞത് ജീവിതത്തിലുണ്ടാകുന്ന. എന്നിട്ട് റസൂലുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്, ഹത്ത ശൗക്കത്ത, അവന്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും അതുവരെ ഗുണകരമാണെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നീ നിന്റെ രക്ഷിതാവിന് എന്ത് ചെയ്യണം? നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കണം, ബലി നൽകണം. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇതിന്റെ അവതരണ പശ്ചാത്തലം ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ മരണപ്പെട്ട സന്ദർഭത്തിലാണ് പ്രവാചകനെ സംബന്ധിച്ച് ആക്ഷേപിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് അവർ പറഞ്ഞത്, ഇവൻ അബ്തറാണ്, വാലറ്റ് പോയവനാണ്, പിന്തുടർച്ചക്കാരില്ലാത്തവനാണ്, ഇവന്റെ ഷർറ് ഒരു ഷർറായിട്ടാണല്ലോ അവർ കാണുന്നത്. ഇത് ഇവനോടുകൂടി മണ്ണടിയും, ഇത് ഏറ്റുപിടിക്കാൻ ആളില്ല. അങ്ങനെയാണ് നേരത്തെ
നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആ പ്രവർത്തനത്തിന്റെ തുടർച്ച അവരുടെ മക്കളിലൂടെയാണ്. പക്ഷേ പ്രവാചകന് ആൺമക്കളില്ലല്ലോ. അതുകൊണ്ട് ലിപിയോടുകൂടി ഇത് കഴിഞ്ഞു, മണ്ണടഞ്ഞു. ഇതാണ് അവരുടെ വാദം. അവരെ അല്ലാഹു സുബ്ഹാനഹു തആല അതേ വാക്കിൽ തന്നെ ആക്ഷേപിക്കുകയാണ്. അതോടൊപ്പം പ്രവാചകനെ സന്തോഷിപ്പിക്കുകയാണ്. ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ചു. അശ്ശാനിഉ ഹുവൽ മുബ്ഇദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അബ്തറു ഹുവൽ മുൻഖതിഉ അല്ലദീ ലാ യുദ്കറു ഇല്ലാ ബിസ്സൂഅ അമ്മ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് റഫഅ അല്ലാഹു ദിക്റഹു. ഷാനി എന്നാൽ റസൂലിനെ വെറുക്കുന്നവൻ എന്നാണ്. ഇന്ന ഷാനിയക്ക നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ, നിന്നോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നവൻ. ഇന്ന ഷാനിയക്ക തീർച്ചയായും നിന്നോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നവൻ, നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ. ഹുവൽ അബ്തർ, അവർ ആരാണോ, അവർ ആരായിരുന്നാലും ശരി. ഇതെല്ലാ കാലത്തും ആ കാലഘട്ടത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ച് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ബാധകമാണ്. പ്രവാചകനെ ആക്ഷേപിക്കുന്ന, പ്രവാചകനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ബാധകമാണ്. ഇത് നാം കാണുന്നതല്ലേ. അവരൊക്കെ എവിടെ പോയി? വലിയ അധികാരികളും വലിയ സ്ഥാനമാനങ്ങളുള്ളവരും വലിയ സമ്പത്തും ശക്തിയും സ്വാധീനവുമുള്ള ആളുകളൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകനെ പരിഹസിച്ചവർ, നിന്ദിച്ചവർ, പീഡിപ്പിച്ചവർ, മർദ്ദിച്ചവർ ഇവിടെ പോയവരല്ല. അവർ യഥാർത്ഥത്തിൽ അവരാണ് വാലറ്റുപോയത്. അവർക്ക് ഈ ഭൂമിയിൽ പിന്നീട് നിലനിൽപ്പുണ്ടായിട്ടില്ല. എക്കാലവും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അബദ്ധരെന്നാൽ തിന്മകളാലല്ലാതെ സ്മരിക്കപ്പെടാത്ത വിധം പേരും പെരുമയും അറ്റുപോകുന്നവൻ എന്നാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവിടുത്തെ സ്മരണ എന്നും അത് ഉയർത്തിയിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ പ്രവാചകന്റെ പേരുകൾ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ വാലറ്റുപോയവൻ, പരാജയപ്പെട്ടവൻ ആരാണ്? ശത്രുക്കൾ വിചാരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാൺമക്കളില്ല, അതുകൊണ്ട് അദ്ദേഹം വളച്ചുപോയിരിക്കുന്നു, അദ്ദേഹത്തിന് പിന്തുടർച്ചക്കാരില്ല. എന്നാൽ സ്മരണ അറ്റുപോയിരിക്കുന്നത് പിന്നീട് പരാമർശിക്കപ്പെടാൻ, നല്ല രൂപത്തിൽ പരാമർശിക്കപ്പെടാൻ പറ്റാത്ത വിധം അവരുടെ പേരും പെരുമയും നശിച്ചു പോയിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കിടയിൽ എന്നും അഭിമാനത്തോടെ അദ്ദേഹം സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച ശത്രുക്കളുടെ പേരുകൾ ഇന്ന് ജനങ്ങൾ അവർക്ക് ലഅനത്ത് പറയുകയാണ്, ശാപം ചൊല്ലുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ വിശ്വാസികൾ അഭിമാനപൂർവ്വം അന്തസ്സോടുകൂടി പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ മാത്രമല്ല, മലക്കുകളും മറ്റു സൃഷ്ടികളുമൊക്കെ ആ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ശത്രുക്കളാവട്ടെ അവരിലേക്ക് യാതൊരു നന്മയും രേഖപ്പെടുത്തുന്നില്ല. അവരെ ആരും നല്ല രൂപത്തിൽ ഓർക്കുന്നില്ല. അവർക്ക് പ്രവാചകനെ സംബന്ധിച്ച് അവർ ആക്ഷേപിച്ചതുപോലെയല്ല. അവർക്ക് സമ്പത്തുണ്ട്, ആൺമക്കളുണ്ട്, സന്താനങ്ങളുണ്ട്, ഒക്കെ ഉണ്ടായിട്ടെന്തു കാര്യം? അവരാരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? ഭൗതികമായി ആൺമക്കൾ ഇല്ലെങ്കിലും കോടിക്കണക്കിന് വരുന്ന അനുയായികൾ, അനുചരന്മാരും അനുയായികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു. അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. ആ പ്രവാചകന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ ചര്യകൾ പിൻപറ്റുന്നു. അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് പറഞ്ഞതിൽ ഹൗലുൽ കൗസർ അടക്കമുള്ള ഈ പറഞ്ഞതുപോലെയുള്ള ധാരാളം നന്മകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ചെറിയൊരു അധ്യായം ഒരുപാട് വലിയ വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുല്ലാഹ് ഇതിനെ ഇപ്രകാരം പറയുന്നതായി കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ അപാരമായ ഔദാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നൽകിയിരിക്കുന്നു. ആ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ഇത് അൽ കൗസർ, ഹൗലുൽ കൗസർ എന്നുള്ളത്. അത് സ്വർഗത്തിലെ ഒരു നദിയാണ്, നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുന്നതാണ് ഈ വചനം. ശത്രുക്കളുടെ നിസ്സാരമായ കുത്തുവാക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടിയാണിത്. പ്രപഞ്ചത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ വിലപിടിപ്പുള്ള സമ്മാനം, ലോകത്ത് മറ്റൊരാൾക്കും ലഭിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു സമ്മാനം, പ്രസന്റേഷൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദാസന് വേണ്ടി നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ അധ്യായം നമുക്ക് നൽകുന്ന ചില ഗുണപാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഹലോകത്തും പരലോകത്തും നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ആ അനുഗ്രഹങ്ങൾക്ക് എന്തു ചെയ്യണം
എന്നുള്ളതിനെ സംബന്ധിച്ച് ഉണർത്തുന്നു. ഇത് നമുക്ക് കൂടി ബാധകമായ കാര്യമാണ്. അതാണ് നാം അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അതിന് നന്ദി കാണിക്കാനും അതുപോലെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ക്ഷമ കൈക്കൊള്ളുവാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, സത്യത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് എന്നും ആക്ഷേപവും പരിഹാസവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അത് എക്കാലത്തും ഉണ്ടാകും. എല്ലാ പ്രവാചകന്മാരും അതനുഭവിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ അനുചരന്മാർക്കും അത് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇതേ രൂപത്തിൽ പിൽക്കാലക്കാരായ ആളുകൾക്കും അതൊക്കെ ഉണ്ടാവും. അതിൽ പ്രയാസപ്പെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അർഹമായ പ്രതിഫലം, സന്തോഷകരമായ മനസ്സ് നിറയുന്ന കൺകുളിർമയുണ്ടാകുന്ന പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതിന് നാം ചെയ്യേണ്ടത് അല്ലാഹുവിനോട് നന്ദി കാണിക്കണം, ക്ഷമ കൈക്കൊള്ളണം എന്ന ഒരു മുന്നറിയിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നൽകുന്നത്. യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നമുക്ക് നന്മയായാണ് മാറുന്നത് എന്ന കാര്യം കൂടി നാം തിരിച്ചറിയുക. ആ ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലയരിദന്ന അലയ്യ അഖ്വാമുൻ തഅരിഫുനി വഅഅരിഫുഹും ثم يحال بيني وبينهم فأقول إنهم مني ويقال إنك لا تدري ما أحدثوا بعدك فأقول سهقا سهقا لمن غير بعدي. ഈ ഹൗലിന്റെ അടുത്ത് ചില ആളുകൾ വരുന്ന സമയത്ത് എനിക്ക് അവരെ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എനിക്ക് അവരെ അറിയാം, അവർക്ക് എന്നെയും അറിയാം. എന്നാൽ പിന്നീട് അവർക്കും എനിക്കുമിടയിൽ ഒരു മറയിടപ്പെടും, അഥവാ അവർ തടയപ്പെടും. അവർ ആ ഹവ്ലിൽ നിന്നും കുടിക്കുന്നതിൽ നിന്ന് അവർ തടയപ്പെടും. അപ്പോൾ ഞാൻ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ പറയവരോട്, ഞാൻ പറയും മലക്കുകളോട്, തീർച്ചയായും അവർ എന്നിൽപ്പെട്ടവരാണല്ലോ. ഇന്നഹും മിന്നി ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, അങ്ങേക്ക് ശേഷം അവർ ദീനിൽ എന്തൊക്കെയാണ് പുതുതായി ഉണ്ടാക്കിയതെന്ന് അങ്ങേക്കറിയില്ല. ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, ദീനിനെ അവർ എങ്ങനെയൊക്കെയാണ് വികൃതമാക്കിയത്, ദീനിന് എന്തെല്ലാം കാര്യങ്ങളാണ് താങ്കൾക്ക് ശേഷം അവർ പുതുതായി കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്കറിയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വെച്ച് പറയും. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്ഖൻ സുഹ്ഖ ലിമൻ ഗൈറ ബഅദി, അവർക്ക് നാശം നാശം, വിദൂരം, അവർ അകറ്റപ്പെടട്ടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയും. സഹോദരന്മാരെ, നാം ഇതിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുഖം അവിടെ വെച്ച് കാണാൻ സാധിക്കുക, പ്രവാചകൻ അവിടെ കാണാൻ സാധിക്കുക, ആ പ്രവാചകൻ കോരിത്തരുന്നത് പിടിക്കാൻ സാധിക്കുക ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകൾക്ക് ആ പ്രവാചകന്റെ വിയോഗശേഷം കാലം എത്ര ചെന്നാലും ആ പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ലാത്തത്, പ്രവാചകന്റെ മാതൃകയില്ലാത്തത് ദീനായി കരുതി ദീനിൽ കടത്തിക്കൂട്ടിയവർ, അവർക്ക് ഈ ഹൗലിൽ നിന്ന് കുടിക്കാൻ കഴിയില്ല, അവർ അകറ്റപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. ഈ കാര്യങ്ങളെല്ലാം ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. വിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥവും ആശയവും പഠിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ യഥാവിധി പാലിച്ച് ശരിയായ വിശ്വാസികളായി മുത്തക്കികളായി ജീവിക്കുക.